പോസിറ്റീവ് ആണെന്ന് നീ പറയുന്നു. എന്നൊക്കെ വിളിക്കുന്നതും ഈ കണ്ടുപിടിക്കാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാവാം. മോനൊരു കാര്യം ചെയ്യും, അവിടുന്ന് നേരെ ഇടത്തോട് നടക്ക്. അവിടുന്ന് ഒരു 50 അടി മുന്നോട്ട് വരുമ്പോ ഇവിടെ ഒരു പള്ളിയുണ്ട്. അതിന് മുന്നേ ഞാൻ നിൽപ്പുണ്ട്. മോർണിംഗ് പോരെ. ഓ ആ ശരി, ഞാൻ എത്താം. ഗോമതി, നീ എന്തെടുക്ക അവിടെ? അല്ലമ്മേ, ഇവിടെ എന്തോ ഒരു ശബ്ദം കേട്ടു. അതാ കുറിഞ്ഞു പൂച്ചയാ. അവിടെ ഇതിലൂടെ കറങ്ങി നടക്കുന്ന ഞാൻ കണ്ടായിരുന്നു. അല്ലമ്മേ, ആരോ അങ്ങോട്ട് ഓടിപ്പോയത് ഞാൻ കണ്ടു. നീ അടുക്കളയിലോട്ട് ചെല്ല്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയോളാം. അല്ലമ്മേ, അത് അടുക്കളയിൽ പോയി വല്ല പണിയും നോക്കടി. ഇന്നിനി പൂച്ചയുടെ കാര്യം പറഞ്ഞ് എന്നെ പട്ടിണിക്കിടാനാണോ? അയ്യോ, പിന്നെ ഞാൻ എത്ര സമയം പട്ടിണി കിട്ടിട്ടുള്ളത്. കുറ്റം പറയാൻ ഓരോ കാരണങ്ങൾ നോക്കി നടക്കുക. ഇത് ഇവിടെ കിടന്നു ഉണങ്ങിപ്പോയാലും അവള് തിരിഞ്ഞു നോക്കത്തില്ല. എല്ലാത്തിനും എന്റെ കൈ തന്നെ വേണം. ഗോമതിയേ, ഒരു ലോഡ്. ഒരു മിനിറ്റ്. ഈ ലൂയിസ് അങ്കിള്
ദാണ്ടേ ആയിരിക്കുന്ന വിശുദ്ധന. എട്ടുനോമ്പിന്റെ പ്രാർത്ഥനയല്ല. ഇനി എപ്പ എണീറ്റ് വരുന്നൊന്നും പറയാൻ പറ്റിയല്ല. ഞാനും അദ്ദേഹത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി കാത്തു നിൽക്കുക. ആ എന്നാ മോന്റെ പേരെന്ന് പറഞ്ഞേ? ആദിത്യൻ. ആദിത്യൻ, നല്ല പേരാ. തിരുവനന്തപുരത്തല്ലയോ വീട്? ആ അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയ്യോ അല്ല, നമ്മുടെ പൂജമോള് സുഖമായിട്ടിരിക്കുന്നോ? എന്നാ ചെയ്യാനാ മോനെ, ഓരോ വിധി. അല്ലെങ്കിൽ ആ കൊച്ചിനെ ഗതി വരുമായിരുന്നോ? നമ്മുടെ ഷാനുവിന്റെ കൂടെ ഇവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കണ കൊച്ചല്ലായിരുന്നോ? അന്ന് അവര് വരുമെന്നും പറഞ്ഞേച്ച് അച്ഛൻ എന്തൊക്കെ അറേഞ്ച്മെന്റാ ചെയ്തു വെച്ചെന്നറിയോ? അവരുടെ കല്യാണം വരെ ഇവിടെ വെച്ച് നടത്താനായിരുന്നു അച്ഛന്റെ തീരുമാനം. അച്ഛന്റെ തീരുമാനം എന്ന് പറഞ്ഞാ ഞങ്ങളുടെ തീരുമാനം. ഞങ്ങൾ രണ്ടുപേരെന്ന് പറഞ്ഞാണ്ടല്ലോ, രണ്ട് ശരീരവും ഒരു മനസ്സും. പിന്നെ പറയുമ്പോ ഒരലങ്കാരത്തിന് ബിസിനസ് പാർട്ട്നേഴ്സ് ഒക്കെ പറയും. പക്ഷെ കൂടെ പിറപ്പുകളാ. ഈ ഇണ പിരിയാത്ത കുരുകൾ എന്നൊക്കെ പറയത്തില്ലയോ, ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാ.